मोहब्बत तो एक जावेदा जिंदगी है, मोहब्बत की है दास्तां जिंदगी. ഹേ ഓൾസോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ എൻ്റെ ഡേ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട്. അപ്പോൾ ഞാനിങ്ങനെ സ്വഭാവസ്കരിച്ചിട്ട് ഇരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ കയ്യിലെ മൊയിലാഞ്ചി ഇങ്ങനെ നോക്കുന്നുണ്ടായത്. അതിങ്ങനെ കളറ് ഫുള്ള് ഫെയ്ഡായിട്ടുണ്ട്, ഇനി ഒന്നും കൂടി ഇടണം. ഇതിപ്പോൾ ഞാൻ എനിക്ക് മാത്രമാണ് ചായ ഉണ്ടാക്കുന്നത്. ഇവിടെ എല്ലാവരും രാവിലെ ചായ കുടിക്കും, സ്വഭാവസ്കരിച്ചപാട് എല്ലാവരും ചായ കുടിക്കും. പക്ഷെ ഞാനിപ്പോൾ എനിക്ക് മാത്രം ആക്കുന്നതാണ്. എനിക്ക് ഡ്രൈവിംഗ് ക്ലാസ്സിന് പോകാനില്ലാണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് ചായ ആക്കിയിട്ട് ഞാൻ കുടിച്ചിട്ട് പോവും. ഇത് ഇല്ലാത്ത സമയത്താണെങ്കിൽ ഞാൻ കുറേ കഥയും പറഞ്ഞിട്ട് ഉമ്മാനോട് അവിടെ ഇരിക്കും ചായയും കുടിച്ചുകൊണ്ടും. ഞാനിങ്ങനെ പാൽപ്പൊടി ചായ കുടിക്കലേ ഇല്ല, കാരണം പണ്ട് മുതലേ ഇവർക്ക് പാല് വാങ്ങിയിട്ട് അങ്ങനെ തന്നെ ശീലമായി. കട്ടൻ ചായ കുടിക്കും, പക്ഷെ എനിക്ക് പാൽപ്പൊടി ചായ ഇഷ്ടമില്ല. ഒന്നുമ്പോൾ അതിൻ്റെ സ്മെല്ല് ഇഷ്ടമല്ല, പാൽപ്പൊടീൻ്റെ ഒരു സ്മെല്ല്. പാൽപ്പൊടി വെറുങ്ങനെ തിന്നും, അത് വേറെ വിഷയം. പക്ഷെ പാൽപ്പൊടി ചായ അതെനിക്കിഷ്ടമല്ല. അങ്ങനെ ചായ റെഡിയായി. ചായയും പ്രിങ്കിൾസാണ് ഞാൻ കഴിച്ചത്. പിന്നെ ഞാൻ അന്ന് ആ റോസ് വാങ്ങിയതിന് ശേഷം എനിക്ക് പിന്നെയും ചെടിപ്പിരാന്തളി. അങ്ങനെ ഞാൻ കുറച്ച് പ്ലാന്റ്സെല്ലാം വാങ്ങിയിട്ട് വെച്ചിട്ടുണ്ട്. ചെടിക്ക് വെള്ളയിക്കുന്ന സാധനമാണ് ആ മൂലക്കുള്ളത്. അതൊന്നും ഇപ്പോൾ വലിക്കാൻ എനിക്ക് ടൈമില്ല. ഒന്നാമത് എനിക്ക് പേടി, അവിടെ തവളയുണ്ടാവും. അതുകൊണ്ട് ഞാൻ എന്തൊക്കെയാ തടിച്ച പൈപ്പില്ല, അതിനോട് ഒഴിക്കാനൊന്നും കഴിഞ്ഞില്ല, അത് വലിക്കാമെന്ന് നിന്നിട്ടാ. അതങ്ങനെ ജസ്റ്റ് അതിനെ വെള്ളം നനച്ചു കൊടുത്ത്. ഇത് നല്ലൊരു പ്ലാന്റാണ് കേട്ടോ, ഈ ഫ്ലവറിങ് പ്ലാന്റ്. എപ്പോഴും നിറച്ച് ഫ്ലവർ ഉണ്ടാവും അതിൽ. ഇതിൻ്റെ എല്ലാത്തിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ഞാനിപ്പോൾ ആലോചിക്കുന്നത് പണ്ടുണ്ടായ പ്ലാന്റ്സെല്ലാം നിലപ്പാങ്ങ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ന് എത്ര വലുതായിന്. അന്ന് പ്ലാന്റ്സെല്ലാം വെറുതെ കളഞ്ഞതാണ്. അങ്ങനെ ചെടിക്ക് വെള്ളമെല്ലാം ഒഴിച്ചിട്ട് ഞാൻ നേരെ ഡ്രൈവിംഗ് സ്കൂളിൽ പോകാൻ ഞാൻ സ്കൂട്ടി എടുത്തിട്ടാണ് കേട്ടോ പോലത്. ഞാൻ ഡ്രൈവിംഗ് സ്കൂളിൽ ചേർന്നിട്ട് കുറേ ആയി, പക്ഷേ എനിക്ക് ടെസ്റ്റിൻ്റെ ഡേറ്റ് കിട്ടിയത് അടുത്ത മാസമാണ്. അതുകൊണ്ട് ഞാൻ ഈ മാസം തൊട്ടാണ് ക്ലാസ്സിന് പോകാൻ തുടങ്ങിയത്. ഇത്രയും നാൾ ഞാൻ പോയിട്ടുണ്ടായിട്ടാ. ഞാനൊരു 7:30 ആകുമ്പോഴേക്ക് ഡ്രൈവിംഗ് സ്കൂളിൽ എത്തിയിട്ടുണ്ടായിരുന്നു, പക്ഷെ മാഷ് വന്നിട്ടുണ്ടായിട്ടാ. പിന്നെ മാഷ് വന്ന് ക്ലാസ്സിലൊക്കെ കഴിഞ്ഞ് ഒന്നാമത് 2-3 ആളെ വെച്ച് പോകുന്ന സമയത്ത് നമുക്ക് നല്ല ലേറ്റാവും. കാറിലിപ്പോൾ 2-3 ആളുണ്ടാവും സ്റ്റുഡൻസ്. അപ്പോൾ അവരെ വെച്ച് പോകുന്ന സമയത്ത് നമുക്ക് നല്ല ലേറ്റാന്ന്. ഞാൻ 8:30 തിരിച്ച് പുറക്കെത്താൻ. ഇനിയിപ്പം മീൻ ഫുഡ് കൊടുക്കണം. ഇത് എൻ്റെ അവിടെ ഫസ്റ്റായിട്ട് വാങ്ങിയൊരു മീനാണ്. നമ്മൾ ഇതുവരെ മീനിനെ വളർത്തിയിട്ടൊന്നും ഉണ്ടായിട്ടാ. അപ്പോൾ ഒരു ഷോപ്പിൽ പോയിട്ട് മീൻ ഇഷ്ടപ്പെട്ട് വാങ്ങി. ഞാനെല്ലാം വാങ്ങിയത് എൻ്റെ ബ്രദറാണ് വാങ്ങിയത്. ഇതിപ്പോൾ ഞാൻ തലേദിവസം ചെയ്ത എംബ്രോയ്ഡറി ആണ്. അത് ഞാൻ ബാഗിലെല്ലാം എടുത്ത് വെക്കുന്നതാണ് ക്ലാസ്സിൽ പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് വെള്ളയപ്പവും മുട്ട റോസ്റ്റാണ്. പിന്നെ ഇതെൻ്റെ പുതിയ മാക്സി ഡ്രസ്സാണ്. ഇത് കുറേ നാളായി വാങ്ങിയിട്ട് ഞാൻ ഇട്ടിട്ടാണ്. അപ്പോൾ ഇത് ഇന്ന് ഇടാന്ന് വെച്ചിട്ട് ഞാൻ ഇസ്തിരി ഇട്ടിട്ട് പകുതിയായി, പക്ഷെ അതെങ്ങനെയും ചുരുണ്ടിട്ട് തന്നെ നിൽക്കുന്നത്. അതൊരു വൃത്തിയില്ല ഇട്ടിട്ടാകുമ്പോൾ. അങ്ങനെ ഞാൻ പിന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വേറെ ഡ്രസ്സ് ഇട്ട്. വെറുതെ കുറേ സമയം അവിടെ തന്നെ വേസ്റ്റായി. ഞാൻ നല്ലോണം ലേറ്റായി. ശരിക്കും ഞാൻ ക്ലാസ് തുടങ്ങിയതിന് ശേഷമാണ് എനിക്ക് ടൈം എന്തെന്ന് മനസ്സിലായി. കുറേ വർക്ക് ഉണ്ടാവും ക്ലാസ് കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് തന്നെ. രാവിലെ പോയിട്ട് വൈകുന്നേരം വരുന്നതുകൊണ്ട് തന്നെ ഒന്നിനും ടൈം കിട്ടലില്ല. പിന്നെ ക്ലാസ്സിലെത്തി ഞാൻ ഒരു 9:30 ആ ടൈമിലാകുമ്പോഴേക്ക് ക്ലാസ്സിലെത്തിന്. പിന്നെ നമ്മളെല്ലാവരും ചെയ്ത വർക്കെല്ലാം നോക്കലാന്ന്. പിന്നെ ഒരു 10 മണിയാകുമ്പോൾ ഫോൺ വെച്ചാൽ പിന്നെ ആ ഫോൺ എടുക്കണമെങ്കിൽ വൈകുന്നേരം 4 മണിയാവും. വൈകുന്നേരമായി ക്ലാസ്സിലൊക്കെ കഴിഞ്ഞ സമയത്ത് നമുക്ക് കുറച്ച് മെറ്റീരിയൽസ് എടുക്കാനുണ്ടായിന്. നമുക്ക് ഓരോ തുണീനെ കുറിച്ചിട്ട് അസൈൻമെൻറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ചെറിയൊരു പീസേ വേണ്ടു. അങ്ങനെ നമ്മൾ മെറ്റീരിയൽ ഷോപ്പിൽ പോയിട്ട് കുറേ ചോദിച്ച്, പക്ഷെ അവിടുന്ന് കട്ട് പീസ് മാത്രമേ കൊടുക്കുന്നില്ലൂ, അതും പൈസക്ക്. അതും ഓരോ മെറ്റീരിയലിൻ്റെ റേറ്റ് എത്രയാണ്, അതിൻ്റെ നേരെ പകുതി പൈസ. പക്ഷെ അങ്ങനെ വാങ്ങിയാൽ നമുക്ക് നഷ്ടമാണ്. നമുക്കൊരു ചെറിയ പീസേ വേണ്ടു. അങ്ങനെ പഠിക്കാനല്ലേ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് കുറേ ചോദിച്ച സമയത്ത് അവിടുന്ന് അവർ നമുക്ക് കുറച്ച് മെറ്റീരിയൽസ് തന്നെ. അങ്ങനെ ഒരു 3-4 ഷോപ്പിൽ കയറ്റി നമ്മൾ ഓരോ ടൈപ്പ് മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് അങ്ങനെ അതെല്ലാം വാങ്ങിയിട്ട് പിന്നെ ഞാൻ നേരെ പുറക്കേക്ക് തന്നെ പോവാങ്ങിന്. അപ്പോഴേക്ക് എനിക്ക് സ്ഥിരം കിട്ടുന്നതാണ് ഈ ഗേറ്റ്. രാവിലെയും കിട്ടും വൈകുന്നേരവും കിട്ടും. അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ പുറയിലെത്തിയിട്ട് കുളിച്ച് നിസ്കരിച്ച് പിന്നെ ഞാൻ ചായ കുടിക്കും. അപ്പോൾ ഞാൻ ഇന്ന് പോകുമ്പോഴേ വിചാരിച്ചിനി വന്നിട്ട് കൊക്കോമോളി ഉണ്ടാക്കണം, കാരണം ബ്രെഡും അവക്കാഡും രണ്ടും ഉണ്ടായിന്. ബ്രെഡാണെങ്കിൽ നാളെ ഡേറ്റ് കഴിയും. അതുമല്ല ഈ സാധനം ഒരിക്കൽ നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചാൽ പിന്നെ ഇതിൻ്റെ ഫാനാവും. എനിക്ക് അത്രയും ഇഷ്ടമാണ് ഇത്. പിന്നെ ചായ ഉമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിന്. അങ്ങനെ അതെല്ലാം കുടിച്ച് പിന്നെ രാത്രി ഞാൻ പിന്നെ അസൈൻമെൻറ്റ് എഴുതാനായിരുന്നു. അസൈൻമെൻറ്റ് തന്നെ കുറേ ഉണ്ട് എഴുതാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.